ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുൻപേ ഈ ഒരു താമരയിൽ മുട്ടയിട്ടിട്ടുണ്ട് എന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുട്ടുകളൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ. ഒരു 7 മുട്ടോളം നമുക്ക് ഈ ഒരു താമരയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആദ്യമായിട്ട് നട്ട താമരയിൽ ആദ്യമായിട്ട് പൂവിട്ടതാണ് കേട്ടോ. വൈറ്റിന് ചെറിയൊരു പിങ്കിഷ് കളറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ പൂവ് എങ്ങനെ ഉണ്ടാവും കാണാൻ എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ മുട്ട ഇതുപോലെ വിരിഞ്ഞ് വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പ്യുവർ വൈറ്റ് അല്ല, ചെറിയൊരു പിങ്കിഷ് കളർ എൻ്റെ സൈഡിലൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വിരിയാനുള്ള മുട്ടുകളാണ് കേട്ടോ ഇതൊക്കെ. ഇത് ഏറ്റവും ചെറിയ മുട്ടാണ്. അപ്പോൾ ഇത്രയും മുട്ടുകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു മുട്ടും കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് വിരിഞ്ഞ താമര ഞാനിവിടെ അടുത്തുള്ള അമ്പലത്തിലേക്ക് കൊണ്ടു കൊടുക്കണം എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ നമ്മുടെ താമര നന്നായിട്ട് തന്നെ വിരിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള താമരയാണ്. കുഞ്ഞൻ തേനീച്ചകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ താമര. അധികം കെയറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇത് വളർത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രത്തോളം നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഞാനിത് നടുമ്പോൾ ഒട്ടും വിചാരിച്ചില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് പൂക്കളും മുട്ടുകളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവരെ താമര നട്ട് നോക്കിയിട്ടില്ല എങ്കിൽ ഒരെണ്ണമെങ്കിലും ഒരു ട്യൂബർ എടുത്തിട്ട് നട്ട് നോക്കാം. പിന്നെ ഞാൻ വിത്ത് നട്ടതും ഉണ്ട്. അത് ഞാൻ പിടിച്ചിട്ടില്ല. പിടിക്കുമ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതുപോലെ പൂക്കൾ ഉണ്ടായി വരുന്നത് ട്യൂബർ നടുമ്പോഴാണ് കേട്ടോ. 1.5-2 മാസം കൊണ്ട് എനിക്കിത് ഇതുപോലെ നന്നായിട്ട് പൂക്കൾ തന്നിട്ടുണ്ട്. താമരയൊക്കെ നമുക്ക് വീട്ടിൽ ഇതുപോലെ വളർത്തിയെടുക്കാമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ യൂട്യൂബിലും അടുത്തുള്ള വീട്ടിലൊക്കെ കണ്ടിട്ടാണ് ഇത് പരീക്ഷിച്ച് നോക്കിയത്. ഞാൻ ചെറുപ്പത്തിൽ ഇതുപോലെ വീട്ടിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പാടത്തൊക്കെയാണ് ഇതുപോലെയുള്ള താമരയൊക്കെ പൂവിട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. ഒട്ടുമിക്ക ആൾക്കാർക്കും താമരയൊക്കെ ഇഷ്ടമായിരിക്കും അല്ലേ. ഇതുപോലെ ഒരു താമര വീട്ടിൽ വിരിഞ്ഞപ്പോൾ അതിൻ്റെ സന്തോഷം വേറെ തന്നെയാണ്. ഈ ഒരു കുഞ്ഞു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ റിപ്ലൈ തരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.